ഹലോ എവ്രിവൺ, RRB NTPC 2024 രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഡേറ്റ് തന്നെയായിരുന്നു. 21-ാം തീയതി നോട്ടിഫിക്കേഷൻ വരുമെന്ന് പറഞ്ഞു. 20-ാം തീയതി വൈകിട്ട് തന്നെ RRBസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് വന്നു. RRB NTPC 2024 +2 യോഗ്യതയുള്ളവർക്ക് വേണ്ട ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വളരെ പെട്ടെന്ന് നോക്കാം. ഇപ്പോൾ വളരെ കുറച്ച് സമയങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ട്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ +2 ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർക്കും അപ്ലൈ ചെയ്യാം. നേരത്തെ വന്ന നോട്ടിഫിക്കേഷൻ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരുന്നു. ഇത് +2 ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ പോലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ ആണ്. 21-ാം തീയതി മുതലാണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ കറക്റ്റ് ആ ഡേറ്റിൽ തന്നെ നോട്ടിഫിക്കേഷൻ റെയിൽവേയുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരു നോട്ടീസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. നിങ്ങൾക്കൊരു റെയിൽവേയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു PDF ഉണ്ടാവും. ഫ്രണ്ട് പേജിൽ തന്നെ CN നമ്പർ വെച്ചിട്ട് പുതിയൊരു PDF വന്നിട്ടുണ്ട്. അണ്ടർ ഗ്രാജുവേറ്റ്സിന് വേണ്ട NTPCയുടെ നോട്ടിഫിക്കേഷൻ. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ എടുക്കുമ്പോൾ അതിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും 06/2024 റിക്രൂട്ട്മെന്റ് ഫോർ വേരിയസ് പോസ്റ്റ് ഓഫ് നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസ് അണ്ടർ ഗ്രാജുവേറ്റ് എന്ന് പറഞ്ഞാണ് 6/2024 എന്ന പേരിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിലുകൾ നമുക്ക് വളരെ പെട്ടെന്ന് നോക്കി പോകാം. ആദ്യം തന്നെ ഇമ്പോർട്ടൻ്റ് ഡേറ്റ് സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെന്റ് നോട്ടീസ് നമ്പർ 6/2024 ഫോർ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസ് അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകളാണ്. അപ്പോൾ ഇത് ഡേറ്റ് ഓഫ് പബ്ലിക്കേഷൻ ഇൻ RRB വെബ്സൈറ്റ് 20/9/2024 ഇന്ന് RRBസിൻ്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പബ്ലിഷ് ചെയ്തു. നാളെ മുതലാണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓപ്പണിംഗ് ഓഫ് ഓൺലൈൻ രജിസ്ട്രേഷൻ ഓഫ് ആപ്ലിക്കേഷൻ 21/9/2024. ഇനി ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് അടുത്ത മാസം 20 വരെയുള്ള ഡേറ്റുകളിലാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് +2. അപ്പം എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യണം. മാത്രമല്ല ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലാക്കി നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരുപാട് ഡീറ്റെയിൽഡ് വീഡിയോസ് ഉണ്ട്. ആ വീഡിയോസ് എല്ലാം കണ്ട് മനസ്സിലാക്കി മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. മറ്റൊരു തരത്തിലും മിസ്റ്റേക്കുകൾ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ ഉണ്ടാവരുത് എന്നുള്ളത് വീണ്ടും പറയാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സ് പോലും നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. അതൊക്കെ കണ്ട് മനസ്സിലാക്കി മിസ്റ്റേക്സ് ഉണ്ടാവാതെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവാതെ തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. സോ അടുത്ത അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഡേറ്റ് ഓഫ് മോഡിഫിക്കേഷൻ വിൻഡോയുടെ കാര്യം പറയുന്നുണ്ട്. അത് അടുത്ത മാസം 23/10, അതായത് ആപ്ലിക്കേഷൻ സ്റ്റോപ്പായി കഴിഞ്ഞതിന് ശേഷമായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് നിങ്ങളുടെ ആപ്ലിക്കേഷനകത്തുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള ആ ഒരു ടൈം എന്ന് പറയുന്നത്. അപ്പം ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് നമ്മളിവിടെ നോക്കി. ഇനി നമുക്ക് അറിയേണ്ടത് അതിനു മുമ്പ് RRB NTPC ദിശ അക്കാഡമിയുടെ കോഴ്സസ് കറൻ്റ് റണ്ണിങ് ആണ്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട്. ഡിഗ്രി ഉള്ളവർക്കും +2 ഉള്ളവർക്കും എല്ലാം നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ദിശ അക്കാഡമിയുടെ RRB NTPC ഓൺലൈൻ കോഴ്സ് എടുത്ത് പഠിക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് 300+ ലൈവ് ക്ലാസ്സസ് ഉണ്ട്. അതുപോലെ തന്നെ റെയിൽവേയുടെ ഫൗണ്ടേഷൻ കോഴ്സ് അതിനകത്ത് കോംപ്ലിമെൻ്ററി ആയിട്ട് ലഭിക്കുന്നുണ്ട്. സ്റ്റഡി മെറ്റീരിയൽസ് ഇൻക്ലൂഡഡ് ആണ്. മോക്ക് ടെസ്റ്റും അതുപോലെ മെൻറ്റർ സപ്പോർട്ടും ഒക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് ഈ ഒരു കോഴ്സ് എടുക്കുകയാണെങ്കിൽ അവൈലബിൾ ആയിരിക്കും. സോ താല്പര്യമുള്ളവർ അങ്ങനെ പഠിക്കുക. അല്ലെങ്കിൽ ദിശ അക്കാഡമിയുടെ ഓഫ്ലൈൻ സെൻറ്റേഴ്സിൽ പുതിയ ബാച്ചുകൾ എക്സ്ക്ലൂസീവ്ലി RRB NTPCക്ക് വേണ്ടി തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ ബാച്ചസിലും ജോയിൻ ചെയ്ത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ് മന്ത് October 2-നാണ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ ഇനി വേക്കൻസി ആണ് എല്ലാവർക്കും അറിയേണ്ടത്. നോട്ടിഫിക്കേഷൻ വന്നു എന്നറിയാം, വേക്കൻസി ആണ് എല്ലാവർക്കും അറിയേണ്ടത്. ഇപ്പോൾ വേക്കൻസി ഉള്ള 4 പോസ്റ്റുകൾ ഇവിടെ പറയുന്നുണ്ട്. ലെവൽ 3 ഒരു പോസ്റ്റും ലെവൽ 2 3 പോസ്റ്റുമാണ് കറൻ്റ്ലി ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ആ പോസ്റ്റുകൾ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് ലെവൽ 3 വരുന്ന പോസ്റ്റാണ്. അതുപോലെ തന്നെ അക്കൗണ്ട് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ഉണ്ട്, ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ഉണ്ട്, ട്രെയിൻസ് ക്ലർക്ക് ഉണ്ട്. ഈ പോസ്റ്റുകളാണ് കറൻ്റ്ലി ഉള്ളത്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ, അതായത് ഏജ് ലിമിറ്റ് ആദ്യമാണ്. +2 ആണ് ക്വാളിഫിക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു. ഏജ് ലിമിറ്റ് 18 മുതൽ 30 വരെ ആയിരുന്നു. ലാസ്റ്റ് റിക്രൂട്ട്മെൻറ്റ് വരെ 30 വയസ്സ് വരെയുള്ളവർക്കായിരുന്നു ഈ ഒരു പോസ്റ്റുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഈ വർഷം കൊറോണയുടെ സാഹചര്യം കൺസിഡർ ചെയ്തുകൊണ്ട് റെയിൽവേയുടെ എല്ലാ പരീക്ഷകൾക്കും 3 വർഷം റിലാക്സേഷൻ കൂടെ കൊടുക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. ആ സാഹചര്യത്തിൽ 18 മുതൽ 33 വരെ ആയിരിക്കും ഈ കാറ്റഗറിയിലുള്ള അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റിൻ്റെ ജനറൽ കാറ്റഗറിയുടെ ഏജ് ലിമിറ്റ്. 18 മുതൽ 33 വയസ്സ് വരെ ഉള്ളവർക്കാണ് ഈ വർഷത്തെ RRB NTPC അണ്ടർ ഗ്രാജുവേറ്റ്സിൻ്റെ ഏജ് ലിമിറ്റ്. സോ അത് എല്ലാവർക്കും പ്രതീക്ഷ നൽകുന്ന കുറേ ആൾക്കാർക്ക് എഴുതാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനി ഇതിൻ്റെ വേക്കൻസീസ് ടോട്ടൽ നോക്കിയാൽ 3445 വേക്കൻസീസാണ് അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റിലുള്ള ഈ പോസ്റ്റുകൾക്ക് വേണ്ടിയുള്ള ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസീസ്. ഇനിയും നമ്മുടെ എക്സാം പാറ്റേൺ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? ഇതൊക്കെയാണ് നമ്മൾ ആദ്യം തന്നെ നോക്കി നിൽക്കുന്നുണ്ടോ? ഇല്ല. സ്റ്റേജസ് ഓഫ് എക്സാം എന്ന് പറയുന്നത് 2 സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ഫോളോഡ് ബൈ കമ്പ്യൂട്ടർ ബേസ്ഡ് ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് വേറെവർ ആപ്ലിക്കബിൾ. നോർമലി ഉള്ള അതേ പ്രൊസീജിയർ തന്നെ 2 സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം
എക്സാമാണ്. നിങ്ങൾക്ക് +2 ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും അതുപോലെ തന്നെ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ആണെങ്കിലും 2 ക്വാളിഫിക്കേഷൻ ആണെങ്കിലും നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ട മാതൃക ഒന്ന് തന്നെയാണ്. ഒരേ തരത്തിൽ തന്നെയാണ് എക്സാം വരുന്നത്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിൻ്റെ സിലബസിനോ മറ്റൊരു കാര്യങ്ങൾക്കോ യാതൊരു തരത്തിലുള്ള വ്യത്യാസവും ഇല്ല. സോ നല്ല ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ട് 2 പരീക്ഷകൾക്കും വളരെ ക്ലിയർലി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിക്കോളുക. RRB ചെന്നൈയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് ഇത് കാണുന്നത്. ഇതിനകത്താണ് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വന്നത്. ഇവിടെ കയറി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഏത് സോണിലാണെന്ന് വെച്ച് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ഓൺലൈൻ എന്ന് പറയുന്ന ലിങ്ക് ഉണ്ട്. അതുപോലെ നോട്ടിഫിക്കേഷൻ ലിങ്ക് ഉണ്ട്. ഈ നോട്ടിഫിക്കേഷൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, അതായത് ഇവർ റിലീസ് ചെയ്യുന്ന ഒഫീഷ്യൽ CEN 06/2024 എന്ന് പറയുന്ന PDF അവൈലബിൾ ആണ്. ഈ PDF വായിച്ച് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ വീഡിയോസിന് താഴെ ഇതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും പറയുന്നുണ്ട്. വേക്കൻസിയെ പറ്റി, അതുപോലെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ്, ഏജ് ലിമിറ്റ്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, എക്സാമിനേഷൻ ഫീ, റിസർവേഷൻ, റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ്, നോർമലൈസേഷൻ ഓഫ് മാർക്ക് ഉൾപ്പെടെ എങ്ങനെ അപ്ലൈ ചെയ്യണം, എങ്ങനെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം, വെരിഫിക്കേഷൻ, ഹോൾ ടിക്കറ്റ് ഉൾപ്പെടെ എല്ലാ ഡീറ്റെയിൽസും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. സോ ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കാൻ പറ്റാത്തവർ ദിശ അക്കാഡമിയുടെ ചാനലിൽ സ്റ്റേ ട്യൂൺഡ് ആയി നിൽക്കുക. ഇതിൽ വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ഓരോ ടൈമിലും വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. മാത്രമല്ല നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള ഉത്തരം വീഡിയോസ് ആയിട്ട് ഈ ചാനലിൽ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാനുള്ള ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കുക. കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങുക. താങ്ക്